അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. രാവിലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് പൊരിയാണ് കേട്ടോ. ഏലക്കായും മുട്ടയും തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡ് അങ്ങോട്ട് പൊരിച്ചു കേട്ടോ. എണ്ണയൊക്കെ തേച്ചിട്ട് നെയ്യിലൊക്കെ ഇട്ട് പൊരിക്കണം. ഞാനിതിപ്പോൾ ഏതായാലും നെയ്യൊക്കെ കഴിഞ്ഞിനി. അപ്പോൾ പിന്നെ തേങ്ങ പൊളിച്ചാണ്ട് പാലൊക്കെ എടുത്തിട്ട് മുട്ട കയ്യിലിട്ട് കൊടുത്ത് പിന്നെ ഏലക്കായും പഞ്ചസാര ഉപ്പൊക്കെ ഇട്ട് മിക്സിയിലൊന്നും അടിച്ചെടുത്താണ്ട് ഇതാ പാത്രത്തേക്ക് ഒഴിച്ച് കൊടുത്ത് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് പിന്നെ ഇതാ നമ്മൾ ബ്രെഡൊക്കെ ഒന്ന് എടുത്ത് വെച്ചിന് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ മദ്രസ ഒന്നുമില്ല കുട്ടികൾക്ക്. അപ്പം ഇന്ന് സ്കൂൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ബ്രെഡ് പൊരി അങ്ങനെ ഉണ്ടാക്കാൻ. ഇപ്പോൾ കാക്കാക്ക് പിന്നെ രാവിലെ ഇത് കാൽച്ചായക്ക് കടിയാക്കി കുടിച്ച് പോഞ്ഞ് വരുമ്പോഴത്തേന് പിന്നെ റവ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ റവ കൊണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ബ്രെഡ് പൊരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയായി ചട്ടിക്ക് എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് ഞാനിത് ആ ബ്രെഡ് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും പല മോഡലിലേക്കാരല്ലേ ബ്രെഡ് പൊരി ഉണ്ടാക്കുക. ചിലരും മൈദപ്പൊടിയിൽ മുക്കിയിട്ട് അങ്ങനെ പൊരിക്കും. ഞാൻ ഏകദേശം ഇങ്ങനെയാണ് ഇട്ട് ഉണ്ടാക്കൽ. തേങ്ങാപ്പാലും ഏലക്കായും മുട്ടയും ഉപ്പും ഒക്കെ പാടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ പൊരിച്ചെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നിട്ടോ. അതാണ് കേട്ടോ പിന്നെയും ഞാനിങ്ങനെ ഉണ്ടാക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ കുട്ടികൾക്കും തന്നെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം. ബ്രെഡ് അച്ചയൊക്കെ അങ്ങോട്ട് തിന്നുമ്പം അത്ര ഇഷ്ടപ്പെടില്ല. ചായയിലൊക്കെ മുക്കി തിന്നണം. അല്ലെങ്കിൽ പിന്നെ കോഴിക്കടായോ എന്തെങ്കിലുമൊക്കെ വേണം. എന്നാൽ പിന്നെ ബ്രെഡ് തിന്നാൻ നല്ല രസമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചായയിൽ മുക്കി തന്നെ തിന്നണം. എനിക്കിഷ്ടം ചായയിൽ മുക്കി ബ്രെഡ് തിന്നണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിതാ രാവിലെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി. അപ്പോൾ ഇതാ ബ്രെഡൊക്കെ ഞങ്ങൾ മറിച്ചിട്ട് കൊടുത്തിട്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ രാവിലെ ഒന്നും ഇത് ഉണ്ടാക്കലില്ല കേട്ടോ. ഇപ്പോൾ ഇന്ന് ഇടയ്ക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കലുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ കാക്കാനോട് പറഞ്ഞു നിങ്ങൾ തേങ്ങ പൊളിച്ച് തരുമോ വെച്ചപ്പോൾ വേഗം പൊളിച്ച് വന്നിട്ടോ. പിന്നെ പാര പൊട്ടിയും ചെയ്തിന്. അപ്പോൾ കത്തിയോണ്ട് പൊളിച്ച് തന്നെ വേണം. അപ്പോൾ കാക്ക പൊളിച്ചതപ്പോൾ പിന്നെ ചിരണ്ടി പാലൊക്കെ എടുത്ത് പിന്നെ ഞാൻ മുട്ടൊക്കെ ഇട്ടെടുത്ത് അങ്ങനെ ഉണ്ടാക്കുകയാണ്. ചിലപ്പോൾ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി. അരിമാവ് ഉണ്ടാക്കി വെച്ചതൊക്കെ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. എന്നാലിപ്പോൾ ഞാനിന്ന് വിചാരിച്ചു എന്നിപ്പം അതൊക്കെ തന്നെയല്ല ഇപ്പം തിന്നൽ. ഇന്ന് വെറൈറ്റി ആക്കി നോക്കാമെന്ന് വിചാരിച്ചാണ് ഇതങ്ങോട്ട് ഉണ്ടാക്കാൻ കേട്ടോ. എന്നിപ്പം നമ്മൾ പുട്ടും ഓട്ടാടിയും ദോശയും അതും ഇതും ഇഡ്ഡലിയും നൂൽപുട്ടും ഇതൊക്കെ തന്നെയല്ല ഇപ്പം നമ്മൾ ഉണ്ടാക്കൽ. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓൾക്ക് തിന്നണമെങ്കിൽ ഓലോട് ഇങ്ങനെ തല കൊടുന്ന് തിന്നി മക്കളെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാകുമ്പോൾ വെച്ച് കൊടുത്താൽ ഓല അങ്ങോട്ട് തിന്ന് നീച്ച് പൊയ്ക്കോളും എന്ന് വിചാരിച്ച് വേഗം ഇന്നിപ്പോൾ അതങ്ങോട്ട് ഉണ്ടാക്കി. പിന്നെ നമ്മളെ റിഫൂവിന് 8 മണിയാകുമ്പോഴത്തേന് സ്കൂൾ ബസ് വരും ചെയ്യും. പോകും വേണം. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മറ്റേതൊരു 9:15 ആയിട്ടാണ് കേട്ടോ വണ്ടി വരൽ. പിന്നെ ചോറൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചോറും കൂട്ടാനൊക്കെ പിന്നെ സ്കൂളിലുള്ളതുകൊണ്ട് രാവിലെ തന്നെ ചോറൊന്നും ഉണ്ടാക്കണം. ഇനിയിപ്പോൾ നമ്മളെ ഹിസുക്കുട്ടീനെ നഴ്സറിക്ക് പറഞ്ഞേക്കണം. ഓൾക്ക് പിന്നെ സ്കൂൾക്ക് ചോറ് സ്നാക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ സ്നാക്കിൽ ഞാനിന്ന് വിചാരിച്ചു ബ്രെഡ് പൊരിയൊക്കെ കൊടുത്തേക്കാന്നൊക്കെ വിചാരിച്ചു. ഏതായാലും മക്കളെ നമ്മളിതൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കട്ടെ. എന്നിട്ട് വേണം ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ കാക്കാക്ക് കുറച്ച് റവ ഉണ്ട് അവിടെ. അതിന് റവ കൊണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെക്കണം. രാവിലെ കാൽച്ചായം കുടിച്ച് അങ്ങോട്ട് പോയിട്ട് ഉണ്ടാക്കണം പിന്നെ അവർക്ക് ഞാൻ അങ്ങനെ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കാക്ക പിന്നെ വണ്ടിയും കൊണ്ട് പോയിട്ടോ. കുട്ടികളവിടെ ഇരുന്നിട്ട് കുടിക്കണമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണം ഇസുട്ടിക്ക് ചോറ് ഉണ്ടാക്കണം, കൂട്ടാൻ ഉണ്ടാക്കണം, ഉപ്പുമാവ് ഉണ്ടാക്കണം ഒക്കെ ചെയ്യാൻ കേട്ടോ. കാക്കാക്ക് മാത്രമുള്ള കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കണം. പിന്നെ ഞാൻ ഈ ബ്രെഡ് മൊത്തത്തിൽ അങ്ങോട്ട് ഇതേപോലെ മുക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാൻ കേട്ടോ. ആളുകൾ കൂടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ബ്രെഡിന് നടുക്ക് അങ്ങോട്ട് മുറിച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് ഇങ്ങനെ പൊരിച്ചങ്ങോട്ട് എടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യൽ. ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. ഞാൻ പറഞ്ഞില്ല കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഇഷ്ടമായി. കാരണം നടുക്ക് മുറിച്ചാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മതി. തോനെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മുറിച്ച് തന്നെ മാണ്ടി വരും ചെയ്യും. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ടോ എന്ന് കമൻറ്റിലൊക്കെ ഒന്ന് പറയേണ്ടി കേട്ടോ. പലരും പല മോഡൽ ഉണ്ടാക്കലേ. ബ്രെഡ് കൊണ്ട് എന്തെല്ലാം ഐറ്റംസ് ഉണ്ടാക്കലേ. നമ്മളും അതേപോലെയൊക്കെ ഉണ്ടാക്കലുണ്ട് മക്കളെ. എന്നാലും നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ അതാ നമ്മളെ ബ്രെഡ് പൊരിയൊക്കെ ഏകദേശം ഇവിടെ പൊരി കഴിഞ്ഞൊടുങ്ങിക്കഴിഞ്ഞിപ്പോൾ നമ്മൾ ചായയൊക്കെ ഒന്ന് അങ്ങോട്ട് കുടിച്ചിട്ട് അങ്ങനെ പിന്നത്തെ ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കാക്കാനോട് നമ്മൾ പറഞ്ഞു സർഫ് വേണം, വിമ്മുങ്കട്ട വേണം, പഞ്ചസാര കഴിഞ്ഞിനി, പഞ്ചസാരയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിനി കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് നടത്താ പിന്നെയും ഇങ്ങനെ പോയിട്ടോ അങ്ങാടിക്ക് തന്നെ പോയി. പിന്നെ സർഫ് പിന്നെ നമ്മൾ ലിക്വിഡാണ് വാങ്ങൽ. ലിക്വിഡൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങണം. ഇനിയിപ്പോൾ ഒന്നായിട്ട് വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പാത്രം കഴുകണതൊക്കെ ഉണ്ട്, അതിനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഇതേപോലെ വാങ്ങുകയാണെങ്കിൽ ഭയങ്കര ഇടങ്ങേറ്. മറ്റേ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ അതിങ്ങനെ എടുത്താൽ മതി. മറ്റേത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയണം. വിമ്മുങ്കട്ടൊക്കെ ഇപ്പോൾ 4-5 ദിവസത്തിന് തന്നെ ഉണ്ടാവുള്ളൂ. പാത്രം മോറലും പിന്നെ സർഫ് 2 ദിവസത്തിനുണ്ടാവും. ഒരു സർഫും കൂടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല സർഫാണെങ്കിൽ കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മളെ ഹിസുട്ടി നഴ്സറിക്ക് പോയിട്ട് വണ്ടിയൊക്കെ വന്ന് നമ്മളെ കാക്കാൻ്റെ ഒപ്പം തന്നെയാണ് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം ഇത്ര തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.